പ്രസവിക്കാനല്ല അതും കൂടെ കിട്ടാനുണ്ട് കേട്ടോ. അല്ല കൊല്ലം സൂചിനെ നമ്മൾ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് വന്നു ഏഴുവിന്റെ മോനെ എന്തോ ആകെ പ്രശ്നമായിട്ട് കരഞ്ഞ് വെള്ളം പറ്റുന്ന വീട് വെക്കാനുള്ള 1.5 സെന്റ് സ്ഥലം അന്വേഷിക്കുകയാണ്. എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. അല്ല ആക്ച്വലി നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു 1000 വ്യൂസിന് തുല്യമാണ് ഒരു നെഗറ്റീവ് കമന്റ്സ് എന്നാണ് എല്ലാവരും പറയുന്നത് പൊതുവെ. അങ്ങനെ രണ്ട് അപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ റീച്ച് കൂടാനുള്ളൊരു സംഭവം കൂടിയാണ് അത്. നാളത്തെ നമ്മുടെ ആൻഡ് ഇറങ്ങി കഴിയുമ്പോൾ ആ പറഞ്ഞവനില്ലേ അവനും കുറെ സംഘടനകളും വന്ന്, പിന്നെ സംഘടനയല്ല അവനും കുറെ കൂട്ടാളികളും വന്ന് നെഗറ്റീവ് കമന്റ് ഇടട്ടെ ഞാൻ പറഞ്ഞത് ഇട്ടോളാൻ പറഞ്ഞു. നീ എത്രത്തോളം ഇടുന്നു അത്രത്തോളം ഞങ്ങൾക്ക് റീച്ച് ആടാൻ തോന്നുന്നു. അങ്ങനെ എന്നെ പറഞ്ഞു. പേഴ്സണലി വന്ന് എനിക്ക് മെസ്സേജ് അടി നീയും ദാസപ്പനും കൂടി നീയും ദാസപ്പനും എന്ത് വീഡിയോ ഇട്ടാലും അപ്പൊ മനഃപൂർവ്വം അല്ലേ അത്. ഞങ്ങൾ എന്ത് വീഡിയോ ഇട്ടാലും നെഗറ്റീവ് ഇടുപടി. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു അക്സെപ്റ്റൻസിന്റെ പ്രശ്നമല്ല. അതായത് തുടക്കത്തിൽ പെട്ടെന്ന് നമുക്ക് അത് ദഹിക്കാത്തതിന്റെ പേരിൽ അവർ ഇട്ടു തുടങ്ങിയ കമന്റ്സ് ആയിരിക്കും. ഇതിൽ പതുക്കെ അത് മാറി വരും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? എന്റെ കുറെ മാറി വന്നു. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് നമ്മൾ തിരിച്ചത് പറയാത്തോണ്ട് ഇൻബോക്സ് വരുമ്പോ ഞാൻ പറയാറുണ്ട്, മോനെ എടാ ഞാൻ നിന്നോട് തെറ്റ് ചെയ്തിട്ടില്ല, നീ എന്നെ അറിയ പോയി. അപ്പൊ പറയും ദാസേട്ടൻ എന്റെ കമന്റിന് മറുപടി തരാൻ വേണ്ടി ഞാൻ കുറെ പറഞ്ഞു. പിന്നെ നല്ല പറയും ദാസേട്ടൻ ഉയരോട് ഉയർന്നൊക്കെ പറഞ്ഞു. അല്ല രേണുവിന്റെ കാര്യം തന്നെയാണെങ്കിലും ഇപ്പം രേണു അങ്ങനെ അല്ല മഞ്ജു ചേച്ചി ഇപ്പം തിരിച്ചു വന്നപ്പോഴും ഇതുപോലെ ഒരുപാട് സൈബർ അറ്റാക്ക് കഴിഞ്ഞിട്ട് അതിജീവിച്ചു വന്ന ആളാ. അപ്പം ഏകദേശം ഇപ്പം അയൺ ലേഡി അല്ലെങ്കിൽ ഉണങ്ങിയ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ് അതിനോട് ഉപമിക്കുമ്പോ ഈ പറഞ്ഞതുപോലെ ഒരു 2 വർഷത്തിനുള്ളിൽ ഇതിനെല്ലാം അതിജീവിച്ച് ഇവരുടെ എല്ലാം സ്നേഹം പിടിച്ചു പറ്റാൻ സാധിക്കും എന്നൊരു വിശ്വാസം ഉണ്ടോ? എനിക്കിതങ്ങനെ ഒരു വാളയാ പരവശം ചെയ്യുന്ന സമയത്ത് ഉണങ്ങിയ ദിലീപേട്ടൻ പറഞ്ഞു പറയണം. ആ റീൽസ് ചെയ്തപ്പോ ഉണങ്ങിയ ദിലീപേട്ടൻ എന്ന് പറഞ്ഞിരുന്നു. വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അല്ല അങ്ങനെ വിശേഷങ്ങള് ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടി. അതെ തെറിയൊന്നും കിട്ടില്ല. എടാ പോടാ കിട്ടി കേൾക്കുന്ന അല്ല ഫസ്റ്റ് റീൽസിനും തെറിയൊന്നും കേട്ടിട്ടില്ലല്ലോ. ഫസ്റ്റ് റീൽസിന് സർക്കാരിനെ പറയിപ്പിക്കും, സർക്കാർ ജീവനക്കാരനെ അതാ സംസ്ഥാന സർക്കാർ ജീവനക്കാരന് ഇങ്ങനെ. അന്ന് ഞാൻ തുടങ്ങിയ സമയത്ത് പാരാസജി ഞാനാ ഈ തെക്ക് പട പാരാസജി നയിക്കും, വടക്ക് പട ദാസനും വിളിക്കും, അങ്ങനെ ഒന്ന് പറയാം. അന്ന് വേറെ രംഗത്തെ ഇറങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞ ചാടാന്ന് പറഞ്ഞു, പുള്ളി അവിടെ നിന്ന് ചാടും. ഭയങ്കര ചാട്ടാ ഞങ്ങൾ ഉണ്ടാകുന്നത്. ഒരു വയറിന് പാട്ട് പറഞ്ഞാൽ ഇപ്പൊ അവിടെ നിന്ന് ഞാൻ എവിടെ ചാടും. ഞങ്ങൾക്ക് കുറെ അത്രയും ആൾക്കാർ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോ സർക്കാർ ജീവനക്കാരൻ ഒരാൾ ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന ഡാൻസ് കളിക്കുന്ന ആള് അവിടെ എന്താ പറയാ സെക്യൂരിറ്റി സ്റ്റാഫ്, പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി സ്റ്റാഫ് ആയിരുന്ന ഒരാൾ കളിക്കുന്നത്. ആ 2 രീതിയിൽ വന്നതാണ്. പിന്നെയാണ് കുറെ ആൾക്കാർ രംഗത്തേക്ക് വന്നത്. ടിക്ടോക്ക് വന്ന സമയത്തൊക്കെ ഞങ്ങൾ രണ്ടാമതായിരുന്നു പടം നയിച്ചത് സോഷ്യൽ മീഡിയ. പിന്നെ കുറെ ആൾക്കാർ അവിടെ പുള്ളിപ്പത്ത സജീവല്ല, ബിസിനസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളെ മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പൊ ഇപ്പം പറഞ്ഞു വന്നത് ഉണങ്ങിയ ദിലീപേട്ടനും ഉണങ്ങിയ മഞ്ജു വാര്യർക്കും ഓൾ ദി ബെസ്റ്റ്. ഇത് നമ്മൾ ഇതിനെയും ഈ എല്ലാവരും പറയുന്നത് പോലെ ഈ സമയം കടന്നു പോകും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇതിനെയും അതിജീവിക്കും. നമ്മൾ അടുത്ത ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ ഈ തെറി പറഞ്ഞവരുടെ എല്ലാം സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി 2 സെന്റ് വാങ്ങി ഒന്ന് സെറ്റിലേക്ക് കഴിയുമ്പോൾ അവര് തന്നെ തിരിച്ചു വിളിക്കും, നാട്ടിലേക്ക് വരും മക്കളെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും വൈറൽ താർ ഒരിക്കലും ഒരാളാവില്ല. പല സമയത്ത് പല ആൾക്കാരും അവിടെ അഭിസംബോധന ചെയ്ത് എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടു. വൈറൽ താരം ഞങ്ങൾ അങ്ങനെ വന്ന ആൾക്കാർ സിനിമയിൽ അഭിനയിച്ച ആളാണ്. അല്ല അങ്ങനെയല്ല, അതായത് ഇപ്പൊ പ്രശസ്തിയിൽ നിൽക്കുന്ന ഇപ്പൊ എവിടെ ചെന്നാലും നമ്മളെ ആക്ടറാണ് ദാസേട്ടനെ എപ്പോഴും അറിയാം, എന്നെ ഇപ്പൊ എവിടെ ചെന്നാലും അറിയാം. അതുപോലെ ഞാൻ വലിയ ഇപ്പം പറയുമ്പോ നമ്മള് വലിയ സംഭവമാണ്. ഒന്നുമല്ല, സുധിച്ചേട്ടന്റെ വൈഫായോണ്ട് അറിയപ്പെടുന്നതാണ് പാവം. ഞാൻ വലിയ സംഭവമാണ്, ഞാൻ എങ്ങും പറഞ്ഞിട്ടുമില്ല പറയത്തുമില്ല. അവള് വലിയ സംഭവമാണ് അവിടെ വിചാരം എന്നൊക്കെ പറയും.
അല്ല എന്നാലും സുധിച്ചേട്ടന്റെ വൈഫ് ആണെങ്കിലും രേണുവിനും കൂടെ കഴിവുള്ളത് കൊണ്ടും കൂടിയാണല്ലോ നിൽക്കാൻ പറ്റുന്നത് ഫീൽഡിൽ, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഓടിക്കും ഗവൺമെന്റ് നമ്മൾ ആരുടെയും പറ്റുള്ളൂ. പക്ഷെ സുചേട്ടന്റെ കൂടെ തന്നെയാണ് ഞാൻ അറിയപ്പെടുന്നത്. സുചേട്ടന്റെ വൈഫായിട്ടാണ്, അതല്ല അല്ല കഴിവുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നീട് അവസരം കിട്ടത്തില്ലല്ലോ. പിന്നെ കഴിവില്ലെങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കൊച്ചിൻ സംഗമിത്ര എന്ന് പറയുന്ന വലിയൊരു പ്രൊഫഷണൽ ഡ്രാമ ടീമാണ് അവര്. ഈ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഡ്രാമ ടീമാണ് അവര്. എന്നെ നാടക സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിട്ട് എന്നെ വിളിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കഴിവില്ലാതെ ഞാൻ അവിടെ പിടിച്ചു നിൽക്കുമോ? തീർച്ചയായിട്ടും പറയുന്നില്ല ചെറിയ, ഞാൻ വലിയ കഴിവൊന്നും ഒരിക്കലും പറയുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ പറയുന്ന ഒരാളെ ചെറിയൊരു കഴിവുള്ളതുകൊണ്ട് ഒരു സിനിമ ചെയ്തു, ആ സിനിമ പൂർത്തീകരിക്കുന്നതിന് മുന്നേ വേറെ സിനിമയും വന്നു, വലിയ സിനിമയാണ് വന്നത് ഇപ്പൊ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെറിയ എന്തെങ്കിലും കഴിവ് കണ്ടിട്ടല്ലേ, അല്ല വെറുതെ കഴിവില്ലാത്തവരെ മലയാള സിനിമയിൽ വിളിക്കുമോ? ഏതെങ്കിലും സിനിമയിൽ വിളിക്കുമോ? ഇല്ല, 1-2 സിനിമ കൊണ്ട് ഫീൽഡ് ഔട്ട് ആവും തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലേ വിളിക്കണത്. സോ ചെറിയ എന്തോ ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ടായിരിക്കും. സൂചിച്ചേണ്ട അനുഗ്രഹം. ഒരു വിവാദ ചോദ്യം കൂടി, അതായത് ഇപ്പം അടുത്ത് വന്ന ഒരു കമന്റ്സ് ഉണ്ടായിരുന്നല്ലോ, വയറ് കാണിച്ച് അഭിനയിച്ചു, വയറ്റിൽ തൊട്ട് അഭിനയിച്ചു, അങ്ങനെ ഒരു സംഭവം, അതിന്റെ ഒരു മറുപടി ഉണ്ടായിരുന്നല്ലോ, അതിനെ കുറിച്ച് 2 വാക്ക് എക്സ്പ്ലനേഷൻ. വയറ് കാണിച്ച് അഭിനയിച്ചു, വയറ് കാണിച്ചു, സാരി ഉടുക്കുന്ന ആരുടെയും വയറ് കാണത്തില്ല. ഇത് ഞാൻ പമ്മി ചെന്ന് വയറ് കാണിച്ചല്ല തൊടിപ്പിക്കുകയല്ലോ ചെയ്യുന്നത്. ഇത് ക്യാമറയ്ക്ക് മുന്നിലല്ല, അത് അഭിനയമാണ്. അഭിനയമായിട്ട് കാണുക. ഞാൻ എന്നും പറയുന്ന പോലെ അഭിനയമാണ്, അഭിനയമായിട്ട് കാണുക. വയറ് കണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? സാരി എടുക്കുന്നവർ വയറ് കാണുന്ന ചടക്ക് എന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ഫ്രസ്ട്രേഷൻ കാണുന്ന ഉള്ളില് മനുഷ്യനല്ലേ, എന്തെങ്കിലും പറയണ്ടേ? അതിന് ഒന്നും പറയാൻ. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തന്റെ കമന്റ്, എല്ലാം ശരിയാ, നല്ല ഷേപ്പുള്ളത് എന്നൊക്കെ പറഞ്ഞോട്ടെ, ഷേപ്പുള്ള വയറാക എനിക്കത് കേട്ടോളാം സമാധാനം. ശരിക്കും ഞാനും പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. ഷേപ്പ് ഏതായാലും പോയില്ലല്ലോ, തന്നെ അയ്യോ അത് കേട്ടോ സമാധാനം. അഭിനയിക്കുമ്പോ മുഖത്തെ എക്സ്പ്രഷൻ വേറെ നമ്മൾ കാണൂലല്ലോ. ഇങ്ങനെ സൂം ചെയ്യണം ഇങ്ങനെ അതെനിക്ക് സന്തോഷമുള്ള അങ്ങനെ പറഞ്ഞിട്ട് കണ്ടോ, ഷേപ്പുള്ള ബോഡി. അയ്യ അവിടെ ബോഡി കണ്ടോ, ചന്നം പിന്നം അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല ഇല്ല, അവിടെ ചാടി ഇവിടെ പറഞ്ഞില്ലല്ലോ. ഇല്ല. അതിന് സന്തോഷം. ഇനി 2 തഗ് കോമഡിയും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അല്ല, വാസേട്ടന്റെ കയ്യിൽ നിന്ന് വരണ ഇൻപുട്ട് അത്. നമ്മള് മറ്റേ ഷൂട്ടിന്റെ സമയത്ത് ഓർമ്മയില്ലേ, അത് രേണു പേടിത്തൊണ്ടത്തിയാണ്. ഈ ഡ്രോൺ ക്യാമറ മുകളിൽ എടുക്കാം. അപ്പം ചാന്തുവട്ടിൽ ദിലീപേട്ടനും ഗോപിയും 10 പ്രാവശ്യം മറക്കം പറഞ്ഞു. ഞാൻ രേണുവിനോട് പറഞ്ഞത് നമുക്ക് 5 പ്രാവശ്യം പറയാം. പക്ഷെ 5ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞാൽ നേരെ കടലെത്തി. പിന്നെ രേണുവിനെ കൊണ്ടുപോകും. പിന്നെ ചാന്ത് കുടഞ്ഞത് ആളെ കാണില്ല. അപ്പൊ 1ാമത്തെ മലക്കാരൻ രേണു ഒരു ദാസട്ട, 2ാമത്തെ പ്രശ്നം 2, 3ാമത്തെ എനിക്ക് പേടി വന്നു. ഡ്രോൺ ആയതുകൊണ്ട് ക്ലോസ് ഷോട്ട് കാണില്ല. അങ്ങനെ അല്ലെങ്കിൽ 5ാമത്തെ മലക്കം പറഞ്ഞ രേണുവിനെ കടന്നു. അതൊരു രസകരമായ ഒരു ഇൻസിഡന്റ് ആണ്. എന്നുവെച്ചാൽ സംവിധായകനും DOP തൊട്ടടുത്തില്ല, ഡ്രോൺ മാത്രമേ ദൂരെയാണ്. പിന്നെ തിരിച്ച് ഞങ്ങള് ഷൂട്ടിന് വരുന്ന സമയത്ത് ഇവന്മാര് ഏത് കാറാ, BMW കാറിനകത്ത് നല്ല ആക്ട്രസ് ആയി ഞങ്ങളെ കൊണ്ടു. കടലില് പറഞ്ഞ ഫുള്ളും ഇപ്പൊ മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ ഈ പിച്ചക്കാര് സാധനങ്ങൾ പെറുക്കി വരുന്ന പോലെ ഞാനിപ്പോ തോർത്തുകൊണ്ടൊക്കെ ഞാൻ തൊഴിൽ ഇവിടെ ഇങ്ങനെ നടക്കുക. ഞാൻ ചെരുപ്പ് പിടിച്ചേക്കും. ആൾക്കാരെ അവിടെ പോയിട്ട് ഒരു ഡ്രസ്സൊക്കെ ഒഴിവാക്കി, മുണ്ടൊക്കെ അത്രയും പൂഴിയാണ്. അങ്ങനെ നല്ല BMW ആണ് ഗെറ്റ് ചെയ്യാൻ. പിന്നെ അവിടെ പോകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഷൂട്ടോട് ഷൂട്ടാണ്. അവിടെ ആ വൈപ്പിന് ഏരിയ എനിക്ക് തോന്നുന്നത് ഈ പ്രഗ്നൻസി ഷൂട്ട്, ബിഫോർ പ്രഗ്നന്റ്, ആഫ്റ്റർ പ്രഗ്നന്റ്, കല്യാണത്തിന് മുമ്പ്, ശേഷം, അങ്ങനത്തെ ഏരിയ ആണ്. തിരിച്ചു വരുന്ന സമയത്ത് തിരിച്ചു പോകുമ്പോ വരെ നല്ല രീതിയിൽ നമ്മൾ സഹകരിച്ചു. അത് കഴിഞ്ഞ് ആ ദേഷ്യത്തിലാണ് ഞങ്ങൾ സുഭാഷ് പാർക്ക് പോയിട്ട് നെക്സ്റ്റ് അതുപോലെ തന്നെ ഇന്ന് രജത്തേട്ടനും ഒന്ന് ട്രോളിയിട്ടുണ്ടായിരുന്നു. പ്രസവിക്കാനല്ല,
എന്നിട്ട് എനിക്ക് അത് കൂടെ കിട്ടാനുണ്ട് കേട്ടോ. അല്ല പ്രസംഗിക്കാൻ പോകുമ്പോ പാല് പിടിച്ചു നിന്നോന്ന് രജത്തേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് തിരിഞ്ഞില്ല. അതാ ഞാൻ അതാ പുള്ളി പറഞ്ഞു ഓടിയില്ലേ അത്. രജിത്തേട്ടൻ നല്ല ഫ്രണ്ടാണ്, നല്ല ഫ്രണ്ടാണ്. സുചേട്ടനെ നല്ല ഫ്രണ്ടാണ്. ഓക്കെ, ഇനി ഒരു തകും കൂടെ ഉണ്ടോ? തഗ് എന്ന് പറയുമ്പോ വേറെ എന്താ Comedy കൂടെ. അതെ, വിക്രം ഒരു വരവും കൂടെ വരേണ്ടത്. അക്കീർ ഭായി നാളെ വൈറ്റ് ബീച്ചിലല്ല ഞങ്ങളുടെ പ്രകടനം, കൊച്ചി സിറ്റിയിലാണ്. കൊച്ചി സിറ്റിയിലാണ്. ഞാൻ അറിഞ്ഞില്ല കേട്ടോ ലൊക്കേഷൻ. എന്തായാലും പെർമിഷൻ കിട്ടുന്നത് അല്ല, എന്തായാലും നിങ്ങളുടെ ഷൂട്ട് തുടങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ എന്തായാലും സോഷ്യൽ മീഡിയയിൽ നിന്ന് വിവരം കിട്ടും നമുക്ക് എവിടെയാണെന്നുള്ളത്. അതന്നെ, അത് ആർക്കായാലും ഏതെങ്കിലും ഒരു ചാനലിന് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പബ്ലിക് ഇടുന്നത് കാണുമ്പോ ഞങ്ങൾ എല്ലാരും ഏകദേശം അവിടെ ഉണ്ടാവും. പബ്ലിക് ഷൂട്ടിൽ കാണാൻ പോയിരുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവരും മൊബൈൽ ഉണ്ടാവില്ലേ, എടുക്കണ്ടെന്ന് പറയാൻ പറ്റും. അവര് വേറെ മാറ്റി വെച്ചപ്പോ എനിക്കറിയാം. അല്ല, ചിലപ്പം എടുക്കാൻ പറ്റില്ല എന്ന് പറയും, കാരണം അത് പെയ്ഡ്. എത്ര വെച്ച് പറയാനാ, സിനിമയാണെങ്കിൽ 5-6 AD-മാരുണ്ടാവും, മറ്റുള്ള പറ്റാറിയാം. ആൽബത്തിൽ ആരുണ്ടാവും, സംവിധായകരും രണ്ടാളും പേരുണ്ടാവും അല്ലേ. AD-മാർക്ക് പ്രധാന ചുമതലയാണ് സിനിമയിൽ. വലിയ സ്റ്റാറിന്റെ സിനിമയ്ക്കാണെങ്കിൽ വിഷ്ണുവിനെ അറിയാൻ പറ്റും, സ്റ്റാർ അസിസ്റ്റന്റ് 8-10 AD-മാരുണ്ടാവും. ഇവരെ മെയിൻ ചുമതല എന്താ കാര്യം മൊബൈലിൽ എടുക്കാൻ പറ്റും. അന്ന് ദിലീപേട്ട തങ്കോളി ഞങ്ങൾ അഭിനയിച്ച സമയത്ത് ദിലീപേട്ട കോസ്റ്റ്യൂം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്കാർ വന്ന് ഇങ്ങനെ എടുത്തു പോയിരുന്നു, ഒരാൾ മാറ്റി നിർത്തിയായിരുന്നു. ഇപ്പൊ വിജയ്, നമ്മുടെ തമിഴ് ആക്ടർ വിജയിന്റെ ഒക്കെ ഷൂട്ട് ലൊക്കേഷൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഉണ്ണിക്കണ്ണൻ നടന്നു പോയി വിജയിന്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുത്തിട്ട് അതിപ്പോഴും പുറത്തു വരാത്ത കാര്യം എന്താ, ഉണ്ണിക്കണ്ണൻ വിജയിന്റെ കൂടെ എടുത്ത ഫോട്ടോ വിജയിന്റെ ലൊക്കേഷനിൽ എടുത്ത ഫോട്ടോ ആണ്. അത് വിജയിന്റെ പടം എന്ന് റിലീസ് ചെയ്തോ അതിന്റെ ട്രെയിലർ ഇറങ്ങിയോ ആ ഫോട്ടോ വിജയിന്റെ ആ കോസ്റ്റ്യൂം ഔട്ടായാൽ മാത്രമേ ഉണ്ണിക്കണ്ണന്റെ ഫോട്ടോ ഉണ്ണിക്കണ്ണൻ എടുക്കുള്ളൂ. അവരെടുത്തിട്ടുണ്ട് ഫോട്ടോ. പക്ഷെ പുള്ളി ഏതായാലും വിജയിച്ചില്ല, അവിടെ പോയി ഫോട്ടോ പുള്ളിന് എടുക്കാൻ പറ്റിയതാണ് സന്തോഷമായി. അപ്പോ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നാളെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കട്ടെ, അതായത് നാളത്തെ ഷൂട്ട് തുടങ്ങുമ്പോൾ മുതൽ നിറഞ്ഞു നിൽക്കട്ടെ. അതുപോലെ തന്നെ ആൽബം വമ്പൻ ഹിറ്റ് ആവട്ടെ. താങ്ക് യു. അപ്പൊ അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു വരവ് കൂടി ഒരു വരും. കാപ്പി കൂടെ കുടിക്കണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.